ഈ പെരുമ്പാവൂർ കേന്ദ്രീകരിച്ച് കോൺഗ്രസ് നേതാക്കളുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ CSR തട്ടിപ്പ് നടന്നതായ ആരോപണം. മൂവാറ്റുപുഴയിൽ നടന്നതിന് സമാനമായ തട്ടിപ്പാണ് പെരുമ്പാവൂരിൽ നടന്നിരിക്കുന്നത്. അതേസമയം അനന്തകൃഷ്ണന്റെ കസ്റ്റഡി അപേക്ഷ കോടതി നാളെ പരിഗണിക്കുമെന്നതാണ്. ഒപ്പം തന്നെ ഈ അനന്തകൃഷ്ണന്റെ ഫ്ളാറ്റിൽ സ്ഥിരമായി വന്നിരുന്നത് ലാലി വിൻസെന്റ് ആണ് എന്ന തരത്തിലുള്ള ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നു ഫ്ളാറ്റ് അസോസിയേഷന്റെ സെക്രട്ടറി അഡ്വക്കേറ്റ് രാജസിംഹൻ. അപ്പോൾ അങ്ങനെയുള്ള പ്രധാനപ്പെട്ട വിവരങ്ങൾ നമ്മുടെ മുൻപിലേക്ക് എത്തുകയാണ്. അമൽനാഥ് കൊച്ചിയിൽ നിന്ന് ഈ വാർത്തയുടെ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. നോക്കാം കോൺഗ്രസിന് ഇതുമായി ബന്ധപ്പെട്ട എന്ത് പങ്കാണുള്ളതെന്ന്. അമൽനാഥ്, ഗുഡ് മോർണിംഗ്. മനു, ഗുഡ് മോർണിംഗ്. എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഇപ്പോൾ ഈ CSR ഫണ്ട് തട്ടിപ്പ് പെരുമ്പാവൂരിൽ നടന്നു എന്ന് കേൾക്കുന്നു കോൺഗ്രസ് നേതാക്കളുടെ നേതൃത്വത്തിൽ. അവിടെ എന്താണ് സംഭവിച്ചത്? ഒപ്പം തന്നെ ഈ അനന്തകൃഷ്ണന്റെ ഫ്ളാറ്റിൽ സ്ഥിരം സന്ദർശകയായിരുന്നു ലാലി വിൻസെന്റ് എന്ന് അവിടുത്തെ ഫ്ളാറ്റ് അസോസിയേഷന്റെ സെക്രട്ടറി വെളിപ്പെടുത്തിയ ഒരു സാഹചര്യമുണ്ട്. കോൺഗ്രസ് ബന്ധങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് പുറത്തേക്ക് വരുന്നത്? മനു, പെരുമ്പാവൂർ കുറുപ്പുംപടിയിലാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു തട്ടിപ്പ് ഏറ്റവും അവസാനമായി നടന്നതെന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ഇത് കോൺഗ്രസ് ഭാരവാഹികൾ അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കൾ ഭാരവാഹികളായിട്ടുള്ള സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് ഈ തട്ടിപ്പ് നടന്നത്. അതായത് സമാനമായ രീതിയിൽ തന്നെ ഈ ലാപ്ടോപ്പ്, ഇരുചക്ര വാഹനങ്ങളൊക്കെ തന്നെ പകുതി വിലയ്ക്ക് നൽകാമെന്ന് പറഞ്ഞ് ഗുണഭോക്താക്കളെ ഇതിൻ്റെ ഇരയാക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ഏകദേശം 2.5 കോടി രൂപയുടെ തട്ടിപ്പാണ് ഈ കുറുപ്പുംപടിയിൽ നടന്നത് എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ അനന്തകൃഷ്ണന്റെ ആ ഒരു കേസുമായി ബന്ധപ്പെട്ട് അത്തരത്തിൽ സമാനമായ രീതിയിൽ ഈ അനന്തകൃഷ്ണനുമായി ബന്ധപ്പെട്ട ഏകദേശം 500 കോടിയുടെ തട്ടിപ്പാണ് കേരളത്തിലെ വിവിധ ഇടങ്ങളിൽ നടന്നിട്ടുള്ളത്. അതിൽ എറണാകുളം ജില്ലയിൽ വലിയ രീതിയിലുള്ള തട്ടിപ്പ് നടന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഈ എറണാകുളത്തെ പറവൂർ കേന്ദ്രീകരിച്ച് ഏകദേശം 1000-ഓളം പേരാണ് ഇദ്ദേഹത്തിൻ്റെ ഇരയായത് എന്നാണ് നിലവിൽ കണക്കുകളിൽ നിന്നും മനസ്സിലാകുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ മനു സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അനന്തകൃഷ്ണനുമായും കോൺഗ്രസിൻ്റെ ഒപ്പം തന്നെ BJPയുടെയും മുതിർന്ന നേതാക്കൾക്ക് ബന്ധമുണ്ട് എന്ന് തെളിയിക്കുന്ന തെളിവുകൾ അടക്കം നിലവിൽ പുറത്തു വന്നിട്ടുണ്ട്. ഈ അനന്തകൃഷ്ണൻ ഇത്തരത്തിൽ ഈ ലാപ്ടോപ്പ് ഒപ്പം തന്നെ ഇരുചക്ര വാഹനങ്ങളൊക്കെ തന്നെ പകുതി വിലയ്ക്ക് ഗുണഭോക്താക്കൾക്ക് നൽകാം എന്ന് പറഞ്ഞു ചില പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ഈ പരിപാടിയുടെ ഉദ്ഘാടനം ഒപ്പം തന്നെ ആശംസകളൊക്കെ തന്നെ അർപ്പിച്ച് ഈ പരിപാടിയുടെ ഭാഗമായിട്ടുള്ളത് ഹൈബി ഈഡനെ പോലെയും ഒപ്പം തന്നെ BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് AN രാധാകൃഷ്ണനെ പോലുള്ള മുതിർന്ന നേതാക്കളാണ്. ഒപ്പം തന്നെ ഈ AN രാധാകൃഷ്ണൻ സൈൻ എന്ന രീതിയിൽ സ്വന്തമായും ഇത്തരത്തിൽ പരിപാടികൾ നടത്തിയിട്ടുണ്ട് എന്ന രീതിയിലുള്ള തെളിവുകൾ അടക്കം വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകൾ എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ഈ അനന്തകൃഷ്ണനുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ അന്വേഷണത്തിൽ ഈ ഹൈക്കോർട്ട് ജംഗ്ഷനിലെ ഫ്ളാറ്റിൽ അശോക ഫ്ളാറ്റിൽ പോലീസ് എത്തിയിരുന്നു. ഇവിടെ 2 ഫ്ളാറ്റുകളിലായാണ് ഈ അനന്തകൃഷ്ണന്റെ ഓഫീസ് പ്രവർത്തിച്ചിരുന്നത്. 10ഓളം സ്റ്റാഫുകൾ ഉണ്ടായിരുന്നു. ഇവിടെ നടത്തിയ അന്വേഷണത്തിൽ നിന്നുമാണ് ഇത്തരത്തിൽ അനന്തകൃഷ്ണന് ഈ BJPയുടെയും ഒപ്പം തന്നെ കോൺഗ്രസിന്റെ നേതാക്കളുമായി ബന്ധമുണ്ട് എന്ന രീതിയിലുള്ള തെളിവുകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നത്. ഈ ഫ്ളാറ്റിലെ സെക്യൂരിറ്റിക്കാർ ഒപ്പം തന്നെ അസോസിയേഷൻ ഭാരവാഹികളുമൊക്കെയായി വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. അപ്പോൾ ഈ സെക്യൂരിറ്റി ജീവനക്കാരനാണ് പറഞ്ഞിരുന്നത് ഈ AN രാധാകൃഷ്ണൻ തുടർച്ചയായ ദിവസങ്ങളിൽ അനന്തകൃഷ്ണനെ കാണാൻ വേണ്ടി ഈ ഫ്ളാറ്റിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. ഒപ്പം തന്നെ ഈ അസോസിയേഷൻ ഭാരവാഹികളും ഇക്കാര്യം വ്യക്തമാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു കോൺഗ്രസ് നേതാവ്, അതായത് ലാലി വിൻസെന്റ് എന്ന കോൺഗ്രസ് നേതാവും തുടർച്ചയായ ദിവസങ്ങളിൽ ഈ ഫ്ളാറ്റിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന തെളിവുകളും പുറത്തു വന്നിരുന്നു. പ്രധാനമായും CCTV ദൃശ്യങ്ങളിൽ നിന്നും ഈ ലാലി വിൻസെന്റ് ഈ ഫ്ളാറ്റിലേക്ക് എത്തിയ ദൃശ്യങ്ങൾ ലഭ്യമായിട്ടുണ്ട്. ഒപ്പം തന്നെ മറ്റു പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ, അതായത് പോലീസ് ഈ ഒരു അനന്തകൃഷ്ണന്റെ ഫ്ളാറ്റിലേക്ക് പരിശോധനയ്ക്ക് എത്തിയ സമയം ഈ ഫ്ളാറ്റ് പൂട്ടിക്കിടക്കുകയായിരുന്നു. ആ സമയം ഈ ഫ്ളാറ്റിൻ്റെ, അതായത് ഈ അനന്തകൃഷ്ണന്റെ മുറികളുടെ താക്കോൽ എത്തിച്ചു നൽകിയത് ഈ ലാലി വിൻസെന്റ് ആയിരുന്നു. അതായത് ലാലി വിൻസെന്റ് ഈ അസോസിയേഷൻ ഭാരവാഹികളെ വിളിച്ചു പറയുന്നു, ഇത്തരത്തിൽ പോലീസ് പരിശോധനക്കായി ഈ ഫ്ളാറ്റിലേക്ക് എത്തുന്നുണ്ട്, താക്കോൽ താൻ എത്തിച്ചു നൽകാം എന്ന രീതിയിൽ ഇതിൻ്റെ താക്കോൽ എത്തിച്ചു നൽകിയത് ലാലി വിൻസെന്റ് ആയിരുന്നു. ഒപ്പം തന്നെ പരിശോധനയുടെ ഭാഗമായി ഈ ഒരു ഫ്ളാറ്റിൻ്റെ താഴെ ഈ അനന്തകൃഷ്ണന്റെ കാർ ഉണ്ടായിരുന്നു. ആ കാർ അവിടെ നിന്ന് മാറ്റാതിരിക്കാൻ വേണ്ടി പോലീസ് തന്ത്രപരമായ ആ കാറിൻ്റെ കാറ്റഴിച്ചു വിട്ടിരുന്നു. എന്നാൽ ഇതിനെയൊക്കെ ഈ പരിശോധനകളെയും ഇത്തരം നടപടികളെയും
ഭാരവാഹികളെയും ഒക്കെ തന്നെ ലാലി വിൻസെന്റ് വളരെ രൂക്ഷമായി വിമർശിക്കുക അടക്കം ചെയ്തിരുന്നു. ഇതിൽ നിന്നും വ്യക്തമാകുന്നത് ഇത്തരത്തിൽ ലാലി വിൻസെന്റും ഒപ്പം തന്നെ രാധാകൃഷ്ണനെ പോലുള്ള മുതിർന്ന നേതാക്കൾക്ക് അനന്തകൃഷ്ണനുമായി അടുത്ത ബന്ധമുണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഞാനിപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ 500 കോടിക്ക് അടുത്ത് ഉള്ള ഒരു തട്ടിപ്പാണ് നിലവിൽ നടന്നിട്ടുള്ളത്. എങ്കിൽ പോലും അനന്തകൃഷ്ണന്റെ അക്കൗണ്ടിൽ നിന്നും 5 കോടി രൂപ മാത്രമാണ് നിലവിൽ കണ്ടെത്തിയിട്ടുള്ളത്. ഇപ്പോൾ നിലവിൽ ആ അക്കൗണ്ട് മരവിപ്പിച്ചിരിക്കുകയാണ്. മറ്റു തുക ആരുടെ അക്കൗണ്ടുകളിലേക്കാണ് പോയത്, എവിടേക്കാണ് പോയത് എന്നതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രാഥമിക അന്വേഷണം പോലീസിന്റെ നേതൃത്വത്തിലായിരുന്നു. പിന്നീട് അത് ക്രൈംബ്രാഞ്ചിന് കൈമാറും. ഒപ്പം EDയും ഈ കേസിലേക്ക് എത്തുവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അവിടെ ഏറ്റവും വലിയൊരു ചോദ്യചിഹ്നമായി നിൽക്കുന്നത് BJP നേതാവ് AN രാധാകൃഷ്ണന് ഇവിടെ അനന്തകൃഷ്ണനുമായി വ്യക്തമായ ബന്ധമുണ്ട് എന്ന് മനസ്സിലാക്കിയ സാഹചര്യത്തിൽ ED കേസ് അന്വേഷിക്കുകയാണെങ്കിൽ അത് ഏത് രീതിയിലാകും മുന്നോട്ട് പോവുക എന്നൊക്കെ വലിയ ആശങ്കയുണ്ട്. പ്രത്യേകിച്ച് ഈ കൊടകര കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണമൊക്കെ നമ്മൾ കണ്ടതാണ്. BJP നേതാക്കൾക്ക്, അതായത് കർണാടകയിലെ BJP നേതാക്കൾക്കും സംസ്ഥാന അധ്യക്ഷനായ K സുരേന്ദ്രനുമൊക്കെ അതിൽ വ്യക്തമായ പങ്കുണ്ടായിരുന്നെങ്കിലും അതിലേക്കൊന്നും അന്വേഷണം കൊണ്ടുപോകാതെ ED വളരെ തന്ത്രപരമായ അന്വേഷണം ഒതുക്കുന്നതായിരുന്നു കാണാൻ വേണ്ടി സാധിച്ചത്. അത്തരത്തിൽ ഈ ഒരു കേസിൽ BJP നേതാവ് AN രാധാകൃഷ്ണന് കൃത്യമായ പങ്കുണ്ട് എന്ന് തെളിഞ്ഞതോടുകൂടി അദ്ദേഹത്തിലേക്ക് അന്വേഷണം പോകാതെ വഴി മാറ്റിവിടുമോ എന്നതൊക്കെ വലിയൊരു ആശങ്കയുണ്ട്. എന്തുതന്നെയായാലും കേസ് പോലീസിൻ്റെ നേതൃത്വത്തിൽ അന്വേഷണം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. അതേസമയം നാളെ തന്നെ ഈ അനന്തകൃഷ്ണൻ്റെ കസ്റ്റഡി അപേക്ഷ കോടതി പരിഗണിക്കുകയും ചെയ്യും. മനു, ശരി, നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. ED വന്നു കഴിഞ്ഞാൽ അത് ഏത് വഴിക്ക് പോകുമെന്ന കാര്യത്തിൽ നമുക്ക് കൃത്യമായിട്ട് തന്നെ പറയാൻ കഴിയും. അതിന് കൃത്യം ഒരു പ്രവചനത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. അത് ആ അന്വേഷണം ഒരു തലത്തിലേക്കും എത്തില്ല എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ഏതായാലും പക്ഷേ പോലീസിൻ്റെ അന്വേഷണം മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട്.